2020 ലോകകപ്പിലെ ക്ലാസിക് പോരിൽ പാകിസ്ഥാനെ എറിഞ്ഞിട്ട ഇന്ത്യയുടെ ജയം 61 റൺസിന്. ജയത്തോടെ ഇന്ത്യ സൂപ്പർ 8-ൽ ഇടം പിടിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇത് ബൗളർമാർ നിറഞ്ഞാടിയ മത്സരമായിരുന്നു. തന്ത്രങ്ങൾ മെനഞ്ഞെത്തി ഇന്ത്യക്കെതിരെ 6 സ്പിന്നർമാരെ അണിനിരത്തിയ പാകിസ്ഥാനെ വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു ഇന്ത്യൻ ബൗളിംഗ് നിര. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 175 റൺസ് നേടിയത്. 40 പന്തിൽ 77 റൺസ് നേടിയ ഓപ്പണർ ഇഷാൻ കിഷനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. അഭിഷേക് ശർമ്മയും ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും 0-ന് പുറത്തായപ്പോൾ സൂര്യകുമാർ യാദവും ശിവം ദൂബെയും തിലക് വർമ്മയും ചേർന്നാണ് ഇന്ത്യൻ സ്കോർ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത്. 176 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 17.6 ഓവറിൽ 114 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തുടക്കം മുതലേ ബാറ്റിംഗ് തകർച്ച നേരിട്ട പാകിസ്ഥാൻ ഉസ്മാൻ ഖാന്റെ ബാറ്റിംഗിലൂടെ ചെറിയൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും അത് അധിക സമയം നീണ്ടില്ല. അക്സർ പട്ടേലിന്റെ പന്തിൽ ഉസ്മാൻ ഖാൻ പുറത്ത്. പിന്നീട് ഇന്ത്യൻ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാന്റെ 7 താരങ്ങളാണ് 2 അക്കം കാണാതെ പുറത്തുപോയത്. പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഷാഹിദ് സാദ ഫർഹാനെ ആദ്യ ഓവറിൽ തന്നെ ഹർദിക് പാണ്ഡ്യ പുറത്താക്കി. പിന്നാലെ സൈം അയ്യൂബ്, സൽമാൻ ആഗ എന്നിവരെ ബൂംറയും കൂടാരം കയറ്റിയതോടെ പാകിസ്ഥാൻ തകർച്ചയുടെ വക്കിലേക്കെത്തി. പിന്നീട് വന്ന ഓരോ ബാറ്റ്സ്മാൻമാരും ഇന്ത്യൻ ബൗളിംഗ് കരുത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. 17 ഓവർ പിന്നിട്ടപ്പോൾ 107 റൺസ് മാത്രമെടുത്ത പാകിസ്ഥാൻ പരാജയം ഉറപ്പിക്കുകയായിരുന്നു. ജയത്തോടെ 6 പോയിന്റുമായി ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തുടരുന്നു. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.